അന്തരിച്ച പ്രമുഖ സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗി ശിവന്റെ അകാല വിയോഗം ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ നഷ്ടമെന്ന് ചലച്ചിത്ര നിർമ്മാതാവും ജനം ടിവി എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജി സുരേഷ് കുമാർ. സംഗി ശിവന്റെ സഹപാഠി കൂടിയാണ് സുരേഷ് കുമാർ. കെ വിനോദ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പ്രമുഖ ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗി ശിവൻ നമ്മെ വിട്ടുപോയിരിക്കുകയാണ്. അദ്ദേഹത്തെ അനുസ്മരിക്കാൻ വേണ്ടി നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവും ജനം ടി വിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ശ്രീ ജി സുരേഷ് കുമാറാണ്. ഇവർ സഹപാഠികൾ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിന് വളരെ പ്രാധാന്യവുമുണ്ട്. ചലച്ചിത്ര ലോകത്തെ ഒരു ബന്ധം മാത്രമല്ലല്ലോ, സഹപാഠി എന്നുള്ള നിലയിലുള്ള ഒരു ആത്മബന്ധം കൂടിയുണ്ട്. എങ്ങനെയാണ് സംഗി ശിവൻ്റെ ഈ വേർപാട് എത്രമാത്രം നമ്മളെ വേദനിപ്പിക്കുന്നു? അല്ല, സംഗീതം എന്ന് പറഞ്ഞാൽ ഞാനും സംഗീതമായിട്ട് എത്രയോ കൊല്ലത്തെ ഒരു ബന്ധമാണ്. ഇപ്പം ഇന്നലെ സിനിമയ്ക്ക് മുമ്പേ തൊട്ട് തുടങ്ങിയ ബന്ധമാണ്. ഞങ്ങൾ ഹോളി ഏഞ്ചൽസിൽ പഠിക്കുന്ന സമയം മുതലുള്ളൊരു ബന്ധമാണ് ഞങ്ങൾ. എനിക്ക് തോന്നുന്നു 1965 മുതൽ 69 വരെ ആയിരുന്നു ഞങ്ങൾ ഹോളി ഏഞ്ചൽസ് ഞങ്ങളുടെ പഠനം. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പല വഴിക്കായിട്ട് പോയി. എങ്കിൽ കൂടിയും ഞങ്ങൾ കുറച്ച്, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞാണ് വീണ്ടും ഞങ്ങൾ ഇവിടെ വെച്ച് കാണുന്നതും വീണ്ടും ഈ ഫോട്ടോഗ്രാഫിയിലോട് എനിക്ക് താല്പര്യം തോന്നി. അന്നേ നമ്മുടെ സംഗീതത്തിന് ഫോട്ടോഗ്രാഫിയോട് ഭയങ്കര കമ്പമായിരുന്നു. എന്ന് വെച്ചാൽ അച്ഛൻ്റെ ശിക്ഷണത്തിൽ സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉള്ളതുകൊണ്ട് അവിടെ പോയിരുന്നിട്ട് സംഗീതത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സംഗീതത്തിന് ഒരു ദിവസം സ്റ്റാച്യു വഴി, സ്ഥിരം റൂട്ടാണ് ഞങ്ങൾ, എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടുന്ന സ്റ്റാച്യുവിലും പുളിമൂട്ടിലുമായിരുന്നു. അപ്പോൾ സ്റ്റാച്യുവിലാണ് ഇവിടെ അത് പോകുമ്പോൾ സംഗീതനെ കണ്ട് അവിടെ നിന്നിട്ട് ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് പറയുമ്പോൾ പിന്നെ എന്നെ വിളിച്ചുകൊണ്ട് അകത്ത് പോയി ഡാർക്ക് റൂമും കാര്യങ്ങളും. അപ്പോൾ അതുവരെ ഞാൻ ഡാർക്ക് റൂമൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണിച്ചു തരികയും പല ഫോട്ടോഗ്രാഫിയുടെ എൻ്റെ താല്പര്യങ്ങൾ ഞാൻ പുള്ളിയായിട്ട് പങ്കുവെക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു 8mm ക്യാമറ എൻ്റെ അമ്മാവൻ വെളിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ആ ക്യാമറ കയ്യിൽ കിട്ടിയിട്ട് എനിക്കത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയുള്ളൂ. അതിൻ്റെ അകത്ത് ഈ ഫിലിം ഇട്ടിട്ട് എങ്ങനെ അത് ഫിലിം ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അന്ന് ഞാൻ സംഗീതത്തിൻ്റെ അടുത്ത് പോയിട്ടാണ് സംഗീതം നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത്. അതിനാണെങ്കിൽ ആ ഫിലിം ഇവിടെ കിട്ടത്തില്ല, അത് വെളിയിലേ കിട്ടത്തുള്ളൂ. അല്ലാതെ ചില എറണാകുളത്തും ഒക്കെ ആയിട്ടേ അത് കിട്ടത്തുള്ളൂ. അങ്ങനെ സംഗീതം എന്നെ അഡ്രസ്സ് തന്നിട്ടാണ് ഞാൻ ആ ഫിലിമൊക്കെ വരുത്തുന്നത്. അറിയപ്പെടുന്ന ഒരു സ്റ്റുഡിയോയിലെ ശിവൻസ് സ്റ്റുഡിയോയിലെ അദ്ദേഹത്തിൻ്റെ മകനും കൂടിയാണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശിവൻ ചേട്ടൻ എന്ന് പറയുന്നത് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. അത്ര ഫേമസ് ആയിട്ടുള്ളൊരു. പിന്നെ അന്ന് ഏറ്റവും വലിയ കല്യാണങ്ങൾ, ഞാനൊക്കെ കുഞ്ഞായിരിക്കും, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1.5 വയസ്സിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ അവിടെ കൊണ്ടുപോയിട്ടാണ് ആദ്യം ഫോട്ടോ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ കുടുംബക്കാരും അന്ന് വീട്ടിൽ ഫോട്ടോ എടുക്കാൻ സൗകര്യമില്ലാതെ എല്ലാവരും സ്റ്റുഡിയോയിൽ വന്നാണ് ഫോട്ടോ എടുക്കുന്നത്. അന്ന് ഈ ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഒരു ഹോബിയാണ്. എല്ലാവരും പോയിട്ട് അവിടെ പോയി ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത്. അപ്പം അന്ന് ഈ സ്റ്റുഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റുഡിയോയുടെ ലൈറ്റിങ്ങും കാര്യങ്ങളും. അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു സ്റ്റുഡിയോയ്ക്കകത്ത് കയറി, ഒരു സ്റ്റിൽ എടുക്കുന്ന സ്റ്റുഡിയോയ്ക്കകത്ത് കയറിയിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്. അത് എന്നെ സഹായിച്ചതെല്ലാം സംഗീതമാണ്. അപ്പം സംഗീതിൻ്റെ അനിയൻ സന്തോഷ് പിൽക്കാലത്ത് ഏറ്റവും ലോകം അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫറായിട്ട് മാറിയെങ്കിൽ കൂടിയും സംഗീത് സിനിമയിൽ വന്ന് സംഗീതത്തിന് ഉള്ള ഒരു ടെക്നിക്കൽ ബ്രില്യൻസും കാര്യങ്ങളും ഒക്കെ സന്തോഷ് സ്വായത്തമാക്കിയത് അദ്ദേഹം. 2 പേർക്കും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് സന്തോഷ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി, സംഗീത് പോയില്ല. അപ്പം സംഗീതിൻ്റെ താല്പര്യം ഇവിടെ നിന്ന് കണ്ടു തന്നെ ഇത് കാര്യങ്ങൾ മുമ്പോട്ട് നിൽക്കുക. അവർക്ക് സ്വന്തമായിട്ട് യൂണിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയൊരു സംവിധായകനായിരുന്നു, സിനിമാറ്റോഗ്രാഫറായിരുന്നു, എല്ലാം അറിയാവുന്ന ഒരാളായിരുന്നു, പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് സംഗീതമായിരുന്നു ഇത് നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. ഈ യോദ്ധ പോലുള്ള വളരെ ഹിറ്റ് സിനിമകൾ, മോഹൻലാലിനെ വെച്ചെടുത്ത ഹിറ്റ് സിനിമകൾ, അന്നത്തെ അതിൻ്റെ ഓർമ്മകളൊക്കെ ഒന്ന് പറയാമോ? അത് ശരിക്കും 1989-ലോ 90-ലോ കണ്ടാണ് പുള്ളി രാഖ് എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമയുടെ കാര്യങ്ങൾക്കായിട്ട് മദ്രാസിൽ പോകുന്നത്. അപ്പം പോകുന്നതിന് മുമ്പ് എന്നെ കണ്ടിരുന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട് ഒരു പടത്തിനെന്നും പറഞ്ഞിട്ട് അത് അന്ന് പറഞ്ഞ ഓർമ്മ എനിക്കുണ്ട്. അതിന് ശേഷമാണ് സംഗീത് നിരവധി സിനിമകൾ, അതായത് സംഗീതത്തിൻ്റെ യോദ്ധ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു 92-ലോ 93-ലോ അങ്ങാണ്ടാണ്. അത് കഴിഞ്ഞ് നിർണയം എല്ലാം മോഹൻലാൽ. അപ്പോൾ അന്ന്
മോഹൻലാൽ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ടും മോഹൻലാലിൻ്റെ അച്ഛന് ശിവൻ ചേട്ടനുമായിട്ടുള്ള ബന്ധമൊക്കെ കൊണ്ട് അങ്ങനെ കുടുംബപരമായിട്ടൊരു ബന്ധമാണ്. അതുപോലെ തന്നെ എൻ്റെ കുടുംബമായിട്ട് എൻ്റെ അളിയൻ്റെ കുടുംബമൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തി പോകുന്നതാണ് ഇവരുടെ കുടുംബം. പിന്നെ സംഗീതിൻ്റെ അളിയൻ എന്ന് പറയുന്ന മോഹനകൃഷ്ണൻ, ജയശ്രീയുടെ ചേട്ടൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ബന്ധങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ട്. അവരുടെ കുടുംബത്തിൽ തന്നെ എത്രയോ ക്യാമറാമാന്മാരുണ്ട്. എല്ലാവരും അവരുടെ ബന്ധുക്കളെല്ലാം 3-4 പേര്, മനോജ് പിള്ള, പിന്നെ വേറെ 2-3 പേര് ഇതിൻ്റെ കൂടെ, ഇവരുടെ കൂടെ സന്തോഷിൻ്റെ കൂടെ വർക്ക് ചെയ്തതും സംഗീതിൻ്റെ കൂടെ വർക്ക് ചെയ്തതും ഒക്കെ സിനിമയിൽ തന്നെയാണ്. അപ്പോൾ സംഗീതം എന്ന് പറയുന്നത് വളരെ ഒരു പെർഫെക്റ്റ് ടെക്നീഷ്യനായിരുന്നു. ഏറ്റവും പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന, ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, ലൈറ്റിങ്ങിനെക്കുറിച്ച് വളരെയധികം ഗ്രാഹ്യമുള്ള, എഡിറ്റിങ്ങും കാര്യങ്ങളും ഡയറക്ഷൻ എല്ലാം അറിയാവുന്ന ശരിക്കും ഒരു സകലകലാവല്ലഭൻ എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യനായിരുന്നു. ഓണം, വിഷു തുടങ്ങിയ ആഘോഷങ്ങൾക്കെല്ലാം പരസ്പരം സന്ദേശങ്ങൾ കൈമാറുന്ന അത്തരത്തിലുള്ള ഒരു സുഹൃത്തു കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മലയാളത്തിൽ ഇനിയും അദ്ദേഹത്തിന് എന്തെങ്കിലും പുതിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു മലയാള സിനിമയിൽ? അങ്ങനെ എന്തെങ്കിലും? അങ്ങനല്ല, കഴിഞ്ഞ ഇതിൽ ഞാൻ സംഗീതനെ ലാസ്റ്റ് കാണുന്നത് ഒരു 7-8 മാസം മുമ്പാണ്. തിരുവനന്തപുരത്ത് ശിവൻസ് കൾച്ചറൽ സെൻറ്റർ അതിന് ഉദ്ഘാടനത്തിന് എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിരുന്നു. ഞാനവിടെ പോയി. അന്ന് സംഗീതം എന്നെ ഇരുത്തി കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും അല്ലാതെ കുറേ ഫോട്ടോകളെടുത്തു. പിന്നെ അപ്പം സംഗീതത്തിന് അപ്പോഴും ആ പാഷനാണ്. വാടോ ഇരിക്കുക താ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്ന് ഫോട്ടോ എടുത്തത്. ലൈറ്റപ്പ് ചെയ്ത് പുള്ളി തന്നെ ലൈറ്റൊക്കെ എടുത്ത് പിടിച്ച് വെച്ചിട്ട് നമ്മളെ ഇരുത്തി ഫോട്ടോ എടുത്തത്. ഏറ്റവും നല്ല ഫോട്ടോകളായിരിക്കും അത് ഇൻസ്റ്റാഗ്രാമിൽ പുള്ളി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം സംഗീതത്തിന് അതൊരു പാഷനായിരുന്നു. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാഷനും ഡയറക്ഷൻ, അതായത് സിനിമ എന്ന് പറയുന്നത് അച്ഛനെ പോലെ തന്നെ മകനും അത് കിട്ടിയിരുന്നില്ല. അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. സംഗീതനും കിട്ടിയിട്ടുണ്ട്, സന്തോഷിനും കിട്ടിയിട്ടുണ്ട്, സഞ്ജീവനും കിട്ടിയിട്ടുണ്ട്. 3 പേർക്കും അതിൻ്റെ ആ ഒരു ടച്ച് അവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എന്തായാലും സംഗീതം ചെയ്ത സിനിമകളൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. ഇന്നും യോദ്ധ എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ജഗതി ശ്രീകുമാറും മോഹൻലാലും തമ്മിലുള്ള കോമ്പിനേഷനോ കോമഡി സീൻസോ ഒക്കെ ഒരിക്കലും നമ്മൾ മറക്കാത്ത സംഭവങ്ങളാണ്. ഇപ്പോഴും നമ്മൾ യൂട്യൂബിൽ അത് കണ്ട് ചിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി ശരിക്കും സംഗീതിൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ പൂവണിയാതെ പോയൊരു സംവിധായകനാണ്. എന്ന് വെച്ചാൽ ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഒത്തിരി ഹിന്ദി സിനിമകൾ ചെയ്തു. ഹിന്ദിയിലൊന്ന് പച്ച പിടിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സംഗീതിന് പെട്ടെന്ന് ഈ കോവിഡ് സമയത്ത് ഭയങ്കരമായിട്ട് അസുഖം വരികയും അത് വളരെ ക്രിട്ടിക്കലാകുകയും ചെയ്തിട്ട് അവിടുന്ന് ഒരു തിരിച്ചു വരാം. അന്ന് ഞങ്ങളെല്ലാം ഒത്തിരി പ്രാർത്ഥിച്ചു. പക്ഷേ ഇത് പെട്ടെന്ന് ഞാൻ ഇന്നലെയാണ് അറിയുന്നത് സംഗീതിന് സുഖമില്ലാതായി. അപ്പോൾ വിളിച്ച് അന്വേഷിക്കുമ്പോഴാണ് സംഗീത് വെന്റിലേറ്ററിലാണെന്ന് അറിഞ്ഞത്. ഇന്ന് പെട്ടെന്ന് പക്ഷേ സംഗീതത്തിൻ്റെ വിയോഗമാണ് ഇന്ന് വൈകിട്ട് ഞാൻ അറിയുന്നത്. നമുക്ക് വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ എത്രയോ കാലമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ പറയുന്നത് ഞാനും സംഗീതമായിട്ടൊരു 55 കൊല്ലത്തിന് മേലെയുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ആ ഒരു സുഹൃത്ത് ബന്ധം എപ്പോൾ തിരുവനന്തപുരത്ത് വന്നാലും സമയം കിട്ടിയാൽ എന്നെ വിളിക്കുക, ഒന്നിൽ ഓഫീസ് വരെ അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും കാണും പറ്റുന്ന സമയങ്ങളിൽ. ചില സമയത്ത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ യാത്രയിലോ ഒക്കെ ആയിരിക്കും, ആ സമയത്ത് കാണാൻ പറ്റില്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പല കാര്യങ്ങൾക്കും നമ്മളെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ആ കുടുംബമായിട്ട് എനിക്ക് വളരെ അധികം ബന്ധമുള്ളവരാണ് എല്ലാവരുമായിട്ട്. അപ്പം നമുക്കൊരു വലിയൊരു നഷ്ടമായിപ്പോയി സംഗീതത്തിൻ്റെ വിയോഗം എന്ന് പറയുന്നത്. മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയൊരു തീരാ നഷ്ടമാണ്. അതാണ് മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയ നഷ്ടം തന്നെയാണ്. അരനൂറ്റാണ്ടിലേറെ കാലമായുള്ള ആത്മബന്ധം പുലർത്തുന്ന ആത്മസുഹൃത്തു കൂടിയായിരുന്നു ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയായ ശ്രീ ജി സുരേഷ് കുമാർ. അദ്ദേഹമാണ് സംഗീത് ശിവനെ അനുസ്മരിച്ചത്. ജനം ടി വിക്ക് വേണ്ടി ഉള്ള ഞങ്ങളുടെ സങ്കടവും ഇവിടെ രേഖപ്പെടുത്തുന്നു.